We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the length of the sides of these squares? നമുക്ക് എന്ത് വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് കഴിഞ്ഞ വർഷം പഠിച്ചത് ഓഡ് നമ്പേഴ്സിനെ നമുക്ക് രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ സംഖ്യകൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ പറ്റും. ആ ഒരു ഐഡിയ വെച്ചിട്ട് എന്ത് ചെയ്യണം? 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയറും 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയറും വരയ്ക്കണം. രണ്ട് സ്ക്വയർ നമ്മൾ വരയ്ക്കണം. ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്തായിരിക്കണം? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ സമചതുരമാണ് വരയ്ക്കേണ്ടത്. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ളൊരു സമചതുരവും 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമചതുരം, രണ്ട് സമചതുരം നമ്മൾ വരയ്ക്കണം. അങ്ങനെയാണ് അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്ന് ചോദിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞെന്താ? ഏരിയ എക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ സൈഡ് എന്തുമായിരിക്കും എന്ന് പറഞ്ഞു? റൂട്ട് എക്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഏരിയ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. സൈഡ് എന്തായിരിക്കും? സൈഡ് റൂട്ട് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഇനി 7നെ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതണം. ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാം നമുക്ക്? ഡിഫറൻസ് ആയിട്ടല്ലേ എടുക്കണ്ടേ? നമുക്ക് 7 കിട്ടണമെങ്കിൽ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? ചെക്ക് ചെയ്ത് നോക്കേ. 16 മൈനസ് 9 7 കിട്ടൂലേ? അന്നേരം 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കണം. അതിന് നമ്മൾ ഇവിടെ ഈ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഞാൻ ഹൈപ്പർന്യൂസ് 4ഉം ബേസ് 3ഉം ഉള്ളൊരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പോവുക. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ബേസ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഈ ഒരു സൈഡ് എത്ര ആയിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആയിരിക്കത്തില്ലേ? ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം, 7 എന്നറിയാം. അന്നേരം ആ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു സൈഡ് റൂട്ട് 7 ആണെന്ന് കിട്ടിയില്ലേ? ഇനി ഈ ഒരു സൈഡ് വെച്ച് ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചാൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7, അതായത് എത്ര? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കത്തില്ലേ? അല്ലെങ്കിൽ ഈ റൂട്ട് 7 സൈഡാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഒരു സ്ക്വയർ വരയ്ക്കാൻ പോവുക. റൂട്ട് 7 സെൻറ്റിമീറ്റർ സൈഡ് വെച്ചിട്ട്, അല്ല റൂട്ട് 7 സെൻറ്റിമീറ്റർ അളവ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ വരച്ചു. ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതല്ലായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. 7 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു സമചതുരം വരയ്ക്കാനായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും? റൂട്ട് 11 ആയിരിക്കും. ഇനി 11നെ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? 11 ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം. 36 മൈനസ് 25 എന്തായിരിക്കും ആൻസർ? 11 ആയിരിക്കത്തില്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? പഴയ പോലെ 6 ഹൈപ്പർന്യൂസും 5 ബേസും ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇവിടെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും ബേസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആയിരിക്കും. അതായത് റൂട്ട് ഓഫ് 36 മൈനസ് 25. ആൻസർ എന്ത് കിട്ടും? റൂട്ട് 11 കിട്ടും. ഈ ഒരു സൈഡ് എത്ര അന്നേരം? റൂട്ട് 11 സെൻറ്റിമീറ്റർ. ഈ ഒരു അളവ് എടുത്തൊരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. നമ്മൾ ഈ അളവെടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദി പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ഈ ഒരു ഷെയ്ഡ് ചെയ്തേക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, അതിൻ്റെ സൈഡ്സും കണ്ടുപിടിക്കണം. ഇവിടെ നോക്ക്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ?
ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു സൈഡ് 3.5 സെൻറ്റിമീറ്ററും ഒരു സൈഡ് എന്താണ് 1.5 സെൻറ്റിമീറ്ററും. അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഇതിൻ്റെ ലംബവശം ഈക്വൽ ടു √3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. 3.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 12.25 ആണ്, മൈനസ് 2.25. ആൻസർ എന്ത് കിട്ടും? √10 കിട്ടും സെൻറ്റിമീറ്റർ. അതായത് നമുക്ക് എന്ത് കിട്ടി? ഈ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? √10 സെൻറ്റിമീറ്റർ ആണ്. അതായത് അതിൻ്റെ സൈഡ്, ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്തെന്ന് കിട്ടി നമുക്ക്? √10 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. √10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതിൻ്റെ സൈഡ് √10 ആണ്. √10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. √10 × √10 എന്താണ്? 10 ആണ്. √2 × √2 2 ആണ്. √3 × √3 3 ആണ്. അതായത് √10 × √10 10 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഇവിടെ. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. ഓരോ പിക്ചറിലെയും സ്ക്വയറിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ സൈഡ്സും നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ഫിഗർ നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കണ്ടോ? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്താണ്? 1 മീറ്റർ 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √1² + 1² ആയിരിക്കും. നമുക്ക് എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. ഇത് മീറ്റർ ആയിട്ട് നമ്മൾ മീറ്റർ കൊടുത്തു. ഇനി അടുത്ത റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പം ഒരു സൈഡ് എന്താണ്? √2 ആണ്, ഒരു സൈഡ് എന്താണ്? 1 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? √2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എന്താണ്? √2ൻ്റെ സ്ക്വയർ 2 ആണ്. √2 + 1 എന്ത് കിട്ടി? √3 എന്ന് കിട്ടി. ഈ ഒരു സൈഡ് എത്രയാണ്? √3 ആണ്. √3 മീറ്റർ. അതായത് ഇത് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്താണ്? √3 മീറ്റർ. എല്ലാ സൈഡും എന്ത് തന്നെ ആയിരിക്കും? √3 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? 3 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്ത ഇതേ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇവിടെ 1ഉം 1ഉം അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √2 മീറ്റർ. ഇനി √2ഉം 1ഉം വരുമ്പോൾ എന്ത് കിട്ടി നമുക്ക്? √3 മീറ്റർ. ഇനി √3ഉം 1ഉം വരുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ത് കിട്ടും? √4 മീറ്റർ. √4 എന്താണെന്ന് നമുക്കറിയാം? 2 ആണെന്നറിയാം. 2 മീറ്റർ എന്ന് വരും. അത് ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? a² അല്ലേ? സൈഡ് 2 ആണ്. 2 × 2 4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 1ഉം 1ഉം ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √2 മീറ്റർ ആയിരിക്കും. അടുത്തത് √3 മീറ്റർ. ഇവിടെ √4 മീറ്റർ, അതായത് 2 മീറ്റർ. ഇവിടെ എന്തായിരിക്കും? √5 മീറ്റർ ആയിരിക്കും. ഒരു സൈഡ് √5 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? √5 × √5 5 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ. ഇനി നമുക്ക് നാലാമതൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. Find the fractions greater than √2 and less than √3. √2-നേക്കാളും വലുതും √3-യേക്കാളും ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം √2ൻ്റെ വാല്യൂ എന്താണ്? 1.414 ആണ്. √3യുടെ വാല്യൂ 1.732. 1.414ൻ്റെയും 1.732ൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഡെസിമൽസ് എന്തൊക്കെ പറയാം നമുക്ക്? 1.5 പറയാം, 1.6 പറയാം, 1.7 പറയാം. കാരണം 1.7 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.71 ആണെങ്കിലും 72 ആണെങ്കിലും എല്ലാം എന്താണ്? 73യേക്കാളും ചെറുതാണ്. നമുക്ക് ഈ 3 ഫ്രാക്ഷൻസ് പറഞ്ഞൂടെ? ഈ 3 ഡെസിമൽസ് പറയാം. ഈ ഡെസിമൽസിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 1.5നെ ഫ്രാക്ഷൻ ആക്കി പറയുന്നത് 15/10. അടുത്തത് 16/10. അടുത്തത് 17/10. √2-നേക്കാളും വലുതും √3-യേക്കാളും ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസ് ഇതാണ്.